പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളായ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമവും വലത് കൈ നിയമവും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അവിടെ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം ഉപയോഗിക്കണോ അതോ വലത് കൈ നിയമം ഉപയോഗിക്കണോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസുകൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ രണ്ട് ക്വസ്റ്റ്യനുകൾ കാണാൻ പറ്റും. ഞാൻ പറയുന്നു, ഇതിലെ ഒരു ക്വസ്റ്റ്യൻ അഥവാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം വെച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം വെച്ചുകൊണ്ടാണ്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും, ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂള് നമ്മൾ അപ്പുറത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യും. ഇനി ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരിക. ഇനി എവിടെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഇടത് കൈ നിയമം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ വലത് കൈ നിയമം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം. അതായത് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഇവിടെ ചിത്രത്തിൽ യു ആകൃതിയിലുള്ള ഒരു മാഗ്നറ്റ് തന്നിട്ടുണ്ട്. ആ മാഗ്നറ്റിനിടയിൽ AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിന് വെക്കുന്നു. ആ കണ്ടക്ടറിലൂടെ കറന്റ് കടത്തി വിടുന്നു. ഇത്രയാണ് ഇവിടെ ചെയ്യുന്ന സെറ്റപ്പ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കാന്തങ്ങളുണ്ട്. ആ കാന്തങ്ങൾക്കിടയിൽ AB എന്ന് പറയുന്ന ഒരു ചാലകം, ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ആ ചാലകത്തെ ഗാൽവനോമീറ്ററും ഒരു സോളിനോയിഡുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഞാൻ നേരെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്, ബോർഡിലേക്ക് നോക്കിയ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. വെൻ സർക്യൂട്ട് ഇസ് സ്വിച്ച്ഡ് ഓൺ, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ കണ്ടക്ടർ AB മൂവ്സ്. ഈ സർക്യൂട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ AB എന്ന കണ്ടക്ടർ ഏത് ദിശയിലേക്കാണ് നീങ്ങുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ദിശകൾ തന്നിട്ടുണ്ട്. P എന്ന ദിശയിലേക്കാണോ, Q എന്ന ദിശയിലേക്കാണോ, R ആണോ, S ആണോ, ഇങ്ങനെ 4 ദിശകൾ തന്നിട്ട് ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇത് എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇടത് കൈയിലെ 3 വിരലുകൾ പരസ്പരം ലംബമാക്കി പിടിച്ചാൽ, അതായത് ഇടത് കൈയിലെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ എന്നിവ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുന്ന രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ തള്ള വിരൽ അല്ലെങ്കിൽ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോഴ്സ്, അതിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇനി ഈ ഫോർ ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ നടുവിരൽ സൂചിപ്പിക്കുന്നത് കറന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് അഥവാ ഈ നിയമം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ നിർവചനം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇടത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും പരസ്പരം ലംബമായി പിടിച്ചാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ബലത്തിന്റെ ദിശയായിരിക്കും, ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയായിരിക്കും, നടുവിരൽ സൂചിപ്പിക്കുന്നത് കറന്റിന്റെ ദിശയായിരിക്കും. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ഇങ്ങനെ എഴുതണം: stretch the 3 fingers in left hand mutually perpendicular, then the thumb represents the direction of force, forefinger represents the direction of magnetic field and middle finger represents the direction of electric current. ഓക്കെ, ഇനി നോക്കുക, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. നോർത്ത് സൗത്ത് തന്നത് കൊണ്ട് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും കാന്തിക മണ്ഡലത്തിന്റെ ദിശ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറന്റ് കടന്നു പോകുന്ന ദിശ നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം ഇവിടെ ദിശ ഒരിക്കലും നമുക്ക് തരാത്തത് കൊണ്ട് ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ദിശ കണ്ടെത്താൻ നമുക്കറിയാം, അല്ലെ? ബാറ്ററി ഉപയോഗിച്ച് കറന്റ് ദിശ എങ്ങനെ നമ്മൾ കണ്ടെത്താം? ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ വര നെഗറ്റീവ് ആയിരിക്കും, വലിയ വര പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറന്റ് കടന്നു പോകുക. അപ്പൊ ഈ കറന്റ് കടന്നു പോകുന്ന ദിശ ഞാൻ മാർക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ബിയിൽ നിന്നും എയിലേക്കാണ് കറന്റ് കടന്നു പോകുന്നത്. ഇനി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാം. അപ്പൊ ആ ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എന്റെ കൈ, ഈ ഒരു കൈ നിങ്ങൾ ഒരു യു ആകൃതിയിലുള്ള മാഗ്നറ്റ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പൊ ഈ മാഗ്നറ്റിന്റെ ഈ താഴെ ഭാഗത്ത് നോർത്താണ്, മുകൾ ഭാഗത്ത് സൗത്ത് ആണ്. ഇനി ഇതിനിടയിൽ AB എന്ന കണ്ടക്ടറിന് ഇവിടെ ഒരു 2 ഡയമെൻഷണൽ ചിത്രം ആയതുകൊണ്ട് ഞാൻ ഇതിനെങ്ങനെ വരയ്ക്കുന്നത്. എന്നാൽ അതിന് നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിത്രം ശരിക്ക് അവിടെ നിൽക്കുന്നത് ഇങ്ങനെയാണ്. യു ആകൃതിയിലുള്ള കാന്തമുണ്ട്, മാഗ്നറ്റ് ഉണ്ട്, അതിനുള്ളിൽ AB എന്ന് പറയുന്ന കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഇനി B ഭാഗം ഇവിടെയാണ്, A ഭാഗം ഇവിടെയാണെന്ന് മനസ്സിലാക്കിക്കൂടെ? ഓക്കെ, ഇനി ചിത്രത്തിൽ നമ്മൾ അടയാളപ്പെടുത്തി കറന്റ് കടന്നു പോകുന്നത് ബിയിൽ നിന്നും എയിലേക്കാണ്. അപ്പൊ B ഇവിടെ, A എവിടെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ കറന്റ് കടന്നു പോകുന്നത്. ഓക്കെ, ഇനി കൈ നോക്കുക. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഈ ബിയിൽ നിന്നും എയിലേക്ക് കറന്റ് എങ്കിൽ നമുക്ക് ഫോഴ്സ് കണ്ടെത്തിക്കൂടെ, അല്ലെ? ഞാൻ പറഞ്ഞു, ഫോഴ്സ് കണ്ടെത്താൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന നിയമം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്, അല്ലെ? ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വിരലുകളെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുന്ന രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർ ഫിംഗർ അല്ലെങ്കിൽ നടുവിരൽ നമ്മൾ കൊടുക്കേണ്ടത്
കാന്തിക മണ്ഡലത്തിന്റെ ദിശയായിരിക്കും. കാന്തിക മണ്ഡലം നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ആയതുകൊണ്ട് കാന്തിക ബലരേഖകളുടെ ദിശയിൽ ഞാനിതാ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഈ വിരൽ വെക്കുന്നു. ഓക്കെ, ഇനി കറന്റ് എയിൽ നിന്നും ബിയിൽ നിന്നും എയിലേക്കാണ് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ കറന്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അല്ലെ കാണുന്നുണ്ടാകുന്ന വരുന്നു. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് ഈ വിരൽ വെച്ചു, ചൂണ്ടുവിരൽ വെച്ചു. ഈ വിരൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊടുത്തു. അപ്പൊ എന്റെ തമ്പ് പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ, ഏത് ദിശയിലേക്കാ? ഉള്ളിലേക്കല്ലേ? ഈ യു ആകൃതിയിലുള്ള കാന്തത്തിന് ഉള്ളിലേക്കല്ലേ? ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് എന്ന് എഴുതുന്നതിന് പകരം അവര് ദിശ തന്നിട്ടുണ്ട്. ഏത് ദിശയിലേക്കാ? ഉള്ളിലേക്കാകുമ്പോ പി എന്ന ദിശയിലേക്കല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ബലം അനുഭവപ്പെടുന്നത് പി എന്ന ദിശയിലേക്കായിരിക്കും എന്നാണ് ഇവിടെ ആൻസർ വരിക. ഇതിലെ എ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിലെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കണ്ടെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത നിയമം ഏതാണെന്ന് പ്രസ്താവിക്കാനൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തൊട്ടു മുകളിൽ പറഞ്ഞു നമ്മൾ എഴുതേണ്ടത് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണ്. ആ ഇടത് കൈ നിയമത്തിന്റെ ഡെഫിനിഷൻ കൃത്യമായി എഴുതി വെച്ചാൽ ഇവിടെ നിന്ന് നമുക്കൊരു 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ കണ്ടക്ടർ എ ബി മൂവ്ഡ് അപ്വേർഡ് സഡൻലി perpendicular to the plane of the paper which is the direction of induced current. ഓക്കെ, ഒന്നുമില്ല. ഈ എ ബി എന്ന കണ്ടക്ടറിനെ ഈ പേപ്പറിന്റെ പ്രതലത്തിലേക്ക് പുറത്തേക്ക് എന്ന് പറയുന്നത് ഇവിടെ ബോർഡ് ആയതുകൊണ്ട് ഞാൻ ഈ ബോർഡിന്റെ പ്രതലത്തിൽ നിന്നും പ്ലെയിനിൽ നിന്നും പുറത്തേക്ക് പെട്ടെന്ന് ചലിപ്പിക്കുകയാണ്. ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്, അല്ലെങ്കിൽ വലത് കൈ നിയമമാണ്. അപ്പൊ വലത് കൈ നിയമമാണ് എങ്കിൽ ജസ്റ്റ് എന്താണ് വലത് കൈ നിയമം എന്ന് പറയാം. ഇടത് കൈ പിടിച്ചതുപോലെ വലത് കൈയിലെ 3 വിരലുകൾ നമ്മളിങ്ങനെ പരസ്പരം ലംബമാക്കി പിടിക്കുകയാണ് എങ്കിൽ ഈ തള്ള വിരൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ. ദെൻ ബാക്കി 2 വിരലുകളും നമ്മൾ ഇടത് കൈയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ 4 ഫിംഗർ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് എങ്കിൽ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ നടുവിരൽ സൂചിപ്പിക്കുന്നത് കറന്റിന്റെ ദിശയായിരിക്കും. അപ്പൊ നമുക്ക് നിയമം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും പരസ്പരം ലംബമാക്കി പിടിച്ചാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിന്റെ ചലന ദിശയായിരിക്കും, ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയായിരിക്കും, നടുവിരൽ സൂചിപ്പിക്കുന്നത് കറന്റിന്റെ ദിശയായിരിക്കും. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ഇങ്ങനെ എഴുതണം. സ്ട്രെച്ച് ദ 3 fingers in right hand mutually perpendicular, then thumb represent the direction of movement of the conductor, അല്ലെങ്കിൽ motion of the conductor. 4 finger represent the direction of magnetic field and middle finger represent the direction of electric current. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന് ആൻസർ കണ്ടെത്തുന്നത് എന്ന് പറയുന്നു. നമുക്കറിയാം നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുക അല്ലെ, നോർത്തിൽ നിന്നും സൗത്തിലേക്ക്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ സൂചിപ്പിക്കുന്ന വിരല് ഈ 4 ഫിംഗർ ആയതുകൊണ്ട് ചൂണ്ടുവിരൽ ആയതുകൊണ്ട് ഈ ചൂണ്ടുവിരലിനെ ഞാൻ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു അല്ലെ, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വെച്ചു. ഇനി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഈ അപ്വേർഡ് ദ കണ്ടക്ടർ എ ബി മൂവ്ഡ് അപ്വേർഡ് അല്ലെ. ഈ എ ബി എന്ന കണ്ടക്ടറിനെ അപ്വേർഡിൽ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബോർഡിന്റെ പ്ലെയിനിൽ നിന്നും പുറത്തേക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറന്റ് ചോദിച്ചത്. അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ചു. ഇനി ബലം അല്ലെങ്കിൽ മൂവ്മെന്റ് പുറത്തേക്ക് ആയതുകൊണ്ട് മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്ന വിരൽ ഇതായതുകൊണ്ട് ഈ വിരൽ ഞാൻ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്റെ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ നടുവിരൽ എങ്ങോട്ടേക്കാ, ഡയറക്ഷൻ എങ്ങോട്ടേക്കാ, മുകൾ ഭാഗത്തേക്കല്ലേ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ബിയിൽ നിന്നും എയിലേക്കായിരിക്കും. ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ബിയിൽ നിന്നും എയിലേക്കായിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, എവിടെയാണ് നമ്മൾ ഇടത് കൈ നിയമം ഉപയോഗിക്കുക അല്ലെങ്കിൽ എവിടെയാണ് വലത് കൈ നിയമം ഉപയോഗിക്കുക എന്നതായിരിക്കും. അപ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്ന ചിത്രത്തിൽ കറന്റ് ഉണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണ്. എന്താ പറഞ്ഞത്, തന്ന ചിത്രത്തിൽ കറന്റ് ഉണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം ഉപയോഗിക്കണം. തന്ന ചിത്രത്തിൽ കറന്റ് ഇല്ല, കറന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോ പല വിദ്യാർത്ഥികളും ഇവിടുന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകുക ഇൻഡ്യൂസ്ഡ് കറന്റിൽ അല്ലെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് വലത് കൈ നിയമവും ബലത്തിന്റെ ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇടത് കൈ നിയമം എന്ന് മനസ്സിലാക്കി വെച്ച് ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ശുദ്ധമായ ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്. ബാറ്ററി അല്ലെങ്കിൽ നമുക്ക് തന്ന ചിത്രത്തിൽ കറന്റ് ഉണ്ട് എങ്കിൽ അത് അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇടത് കൈ നിയമം. കറന്റ് ഇല്ല, കറന്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ
വലത് കൈ നിയമം. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എങ്ങനെയാണ് കറന്റ് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിത്രത്തിൽ അറിയാൻ പറ്റിയെന്നുണ്ടാകാം. അപ്പോ ചിത്രത്തിൽ ബാറ്ററി ഉണ്ട് എങ്കിൽ അവിടെ കറന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിത്രത്തിൽ തരും എ ബി ഈസ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാണ്ട് ക്വസ്റ്റിൽ തരും. അപ്പോൾ ആ രണ്ട് വഴി നമുക്ക് കറന്റ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് റൂള് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂള് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഡൗട്ടുകൾ ഇല്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒന്നുകിൽ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കും എന്ന കാര്യത്തിൽ വളരെ ഷുവർ ആണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ.